അതിവേഗ റെയിൽവേ പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കാനായി മെട്രോമാൻ ഇ ശ്രീധരൻ മലപ്പുറത്ത് വിളിച്ച ആദ്യ യോഗം ആളില്ലാതെ പൊളിഞ്ഞു. 50-ൽ താഴെ ആളുകൾ മാത്രമാണ് പരിപാടിക്കെത്തിയത്. ജില്ലാ കളക്ടർ, SP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പരിപാടിക്ക് എത്തിയില്ല. കളക്ടറെയും SP-യെയും ക്ഷണിച്ചിരുന്നുവെന്നും കൂടുതൽ പേരെ പ്രതീക്ഷിച്ചിരുന്നുവെന്നും ശ്രീധരൻ പറഞ്ഞു. പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കാൻ പാത കടന്നുപോകുന്ന എല്ലാ ജില്ലകളിലും പ്രത്യേക യോഗം വിളിക്കാനായിരുന്നു ശ്രീധരന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായുള്ള ആദ്യ യോഗമാണ് ഇന്ന് മലപ്പുറം KSRTC സ്റ്റാൻഡിന് സമീപത്തെ ഹാളിൽ വിളിച്ചത്. BJP അധികാരത്തിൽ വന്നാൽ അതിവേഗ റെയിൽ പദ്ധതി നടപ്പിലാക്കുമെന്ന് ഇ ശ്രീധരൻ ആവർത്തിച്ചു. BJP അധികാരത്തിൽ വന്നാൽ 3 മാസം കൊണ്ട് പദ്ധതി നടപ്പാക്കും. BJP-കാരൻ എന്ന നിലയിൽ അക്കാര്യത്തിൽ ഉറപ്പു തരാനാകുമെന്നും മെട്രോമാൻ ആത്മവിശ്വാസം പങ്കുവച്ചു. തന്നെ കേരള ഗവൺമെൻറ്, അന്നത്തെ കേരള ഗവൺമെൻറ് ഒരു ഹൈസ്പീഡ് റെയിൽ കേരളത്തിൽ വേണമെന്നായിട്ട് ഡൽഹിയിൽ 2010 എൻ്റെ ഐഡിയ വന്നു. അന്നത്തെ വ്യവസായ മന്ത്രി എളമന കാര്യമായിരുന്നു, വ്യവസായ സെക്രട്ടറി ബാലകൃഷ്ണൻ K. മാധവൻ. ഇവരും കൂടി വന്നതിനെ കണ്ട് ഒരു ഹൈസ്പീഡ് റെയിലിൽ പ്രത്യേകിച്ചു പില്ലർ ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക. പില്ലറിന് 20 മീറ്റർ ഭൂമി മാത്രമാണ് ആവശ്യം. ഭൂമി വിട്ടുതരുന്നവർക്ക് നഷ്ടപരിഹാരം സർക്കാർ നൽകുമെന്നും ഇ ശ്രീധരൻ പറഞ്ഞു. കേരളത്തിൽ അതിവേഗ റെയിൽപാതയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാനത്തും ഇ ശ്രീധരനെ നിയമിച്ചിട്ടില്ലെന്ന ദേശീയ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷന്റെ വാദത്തോടും ശ്രീധരൻ മറുപടി പറഞ്ഞു. അവർക്ക് ഈ പദ്ധതിയുമായി ഒരു ബന്ധവുമില്ലെന്നും അവരുടെ അടുത്തോ അവർ എന്റെ അടുത്തോ വന്നിട്ടില്ലെന്നും ഒരു പദ്ധതിയെക്കുറിച്ച് നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുക്കരുതെന്നും ഒരു പദ്ധതി വരുമ്പോൾ അനുകൂലമായിട്ടല്ലേ കാണേണ്ടതെന്നും ഇ ശ്രീധരൻ ചോദിച്ചു. ഈ ചാനൽ ന്യൂസ്, മലപ്പുറം. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.